പോളറിനെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടരുത്. ഈ ഡയലോഗ് ഓർമ്മ വരുമ്പോൾ മുന്നിൽ തെളിയുന്നത് നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ മുഖമാണ്. ഭരണഘടന തന്റെ മാത്രം കുത്തകയാണെന്ന് പൊക്കി അടിക്കുകയാണ് രാഹുൽജി ഇപ്പോൾ. എന്നാൽ മണ്ടത്തരമാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ ആരുമില്ലല്ലോ എന്നാണ് വാസ്തവം. ഗാന്ധി കുടുംബത്തിൽ നിന്നുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള മണ്ടത്തരങ്ങൾ വിളിച്ചു പറയുന്നത് ശുദ്ധ വിഡിത്തരം എന്നല്ല എന്താ ഇപ്പൊ പറയുക. മണ്ടത്തരങ്ങൾ മാത്രം വിളിച്ചു പറയുന്ന പപ്പുമോൻ അടുത്ത മണ്ടത്തരമായി രംഗത്ത് വന്നിട്ടുണ്ട്. അതാണ് പുതിയ വാർത്ത. ഇതിപ്പോ പുത്തരിയൊന്നുമല്ല. ഇങ്ങനത്തെ കുറെ വിടുവായുത്തരം കേട്ട് നമ്മുടെ നാട് മടുത്തിരിക്കുക. അതിലേക്ക് ഞാൻ പിന്നീട് വരാം. രാഹുൽ ഗാന്ധിയുടെ പുതിയ പരാമർശമാണ് ഇപ്പോൾ രാജ്യത്ത് ചർച്ചയ്ക്ക് വഴിയൊരുക്കിയിരിക്കുന്നത്. ഭരണഘടന എഴുതിയത് 1947 ആണെങ്കിൽ അതിന് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് പഴക്കമുണ്ടെന്നാണ് രാഹുൽജിയുടെ പുതിയ പരാമർശം. ഇങ്ങനെ മണ്ടത്തരം വിടുമ്പോൾ ഒരു പ്രതിപക്ഷ നേതാവ് രാജ്യത്തിന് തന്നെ അപമാനമാണെന്നാണ് BJP ഇപ്പോൾ തുറന്നടിച്ചിരിക്കുന്നത്. സത്യമായ ഒരു കാര്യം തന്നെയാണത്. പാട്നയിൽ നടന്ന സംവിധാൻ സുരക്ഷാ സമ്മേളനം സെമിനാറിനിടെയാണ് ഭരണഘടനയുടെ 1000 വർഷം പഴക്കമുണ്ടെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞത്. എല്ലാവരും പറയുന്നത് ഭരണഘടന 1947 എഴുതിയതെന്നാണ്. എന്നാൽ ഞാൻ അവരോട് പറയും, ഇതിന് ആയിരക്കണക്കിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. BR അംബേദ്കർ, മഹാത്മാഗാന്ധി, ഗുരുനാനക്, ജവഹർലാൽ നെഹ്റു, സത് കബീർ എന്നിവരുടെ ചിന്തകളാണ് ഭരണഘടനയുള്ളത് എന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധിയുടെ വിവാദ പരാമർശത്തിൽ എടുത്തു പറയുന്നത്. ഇതിനെതിരെ നല്ലൊരു കൊട്ട് തന്നെ നമ്മുടെ BJP അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാ സമ്മേളനങ്ങളിലും ഭരണഘടനയും കയ്യിൽ കൊണ്ട് നടക്കുന്ന രാഹുൽ ഗാന്ധിക്ക് അത് എന്നാണ് എഴുതിയതെന്ന് അറിയത്തില്ല പോലും. നാണക്കേടല്ലാതെ എന്താ പറയാ. ഭരണഘടന 1947 എഴുതിയെന്നാണ് രാഹുൽ ഗാന്ധി കരുതിയിരിക്കുന്നത്. ഭരണഘടന അസംബ്ലി നടപടികൾ മാത്രമാണ് 1947 ആരംഭിച്ചിരിക്കുന്നത്. 1949 നവംബർ 26 ഭരണഘടനയ്ക്ക് അന്തിമ രൂപം നൽകിയത്. അതുകൊണ്ടാണ് നമ്മുടെ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ ദിവസം രാജ്യത്തെ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത്. അത് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യം തന്നെയാണ്. പക്ഷെ രാഹുൽ ഗാന്ധിക്ക് ഇതറിയില്ല. എന്താ, ആർക്കറിയാം. ഇതുപോലും അറിയാത്ത ഒരാള് പ്രതിപക്ഷ നേതാവ് എന്നുള്ളത് രാജ്യത്തിന് തന്നെ നാണക്കേടെന്ന് BJP എന്തായാലും വ്യക്തമാക്കി തന്നെ പറഞ്ഞിട്ടുണ്ട്. രാജ്യത്തിന് മാത്രമല്ല, നമ്മുടെ ഭാരതത്തിനും നമ്മുടെ ലോകത്തിനും മൊത്തം നാണക്കേടുള്ള കാര്യം തന്നെയാണ്. എന്തായാലും ചരിത്ര താളുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇതുപോലത്തെ വിടുവായുത്തരം വേറെ ആരും വിളിച്ച് പറഞ്ഞിട്ടില്ല. നമ്മുടെ ഭാരതത്തിന്റെ മുക്കിലും മൂലയും കുറിച്ച് വിവാദ പരാമർശം നടത്തി വലിയ ആളാവൻ രാഹുൽ ഗാന്ധി നോക്കുകയാണ്. എന്നാൽ എന്താ, ഒന്നും തന്നെ നടക്കുന്നില്ലെന്നാണ് സാരം. ഇന്ത്യൻ സൈന്യത്തെ കുറിച്ച് അപകീർത്തികരമായ പരാമർശം മുമ്പ് രാഹുൽ ഗാന്ധി നടത്തിയിരുന്നു. രാഹുൽ ഗാന്ധിയുടെ പരാമർശം ഇങ്ങനെയായിരുന്നു. 2022 ഭാരത് ജോഡോ യാത്രയ്ക്കാണ് രാഹുൽ ഗാന്ധി ഇന്ത്യൻ സൈനികരെ അപമാനിക്കുന്ന പരാമർശം നടത്തിയത്. അരുണാചൽ പ്രദേശിൽ ഇന്ത്യൻ സൈനികർ ചൈനീസ് സൈനികരുടെ അടി വാങ്ങി കൂട്ടുകയെന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വിവാദ പ്രസ്താവന. രാഹുൽ ഗാന്ധിയുടെ ഈ വിവാദ പ്രസ്താവനയ്ക്കെതിരെ BJP നേതാക്കൾ അന്ന് തന്നെ രംഗത്ത് വരികയും നല്ല രീതിയിൽ പ്രക്ഷോഭം നടത്തുകയും ചെയ്തു. രാഹുൽ ഗാന്ധി നടത്തിയത് ദേശവിരുദ്ധ പ്രസ്താവനയാണെന്നാണ് BJP വ്യക്തമാക്കി പറഞ്ഞത്. രാഹുൽ ഗാന്ധിയും കുടുംബവും ചൈനയിൽ നിന്ന് സാമ്പത്തിക സഹായം സ്വീകരിച്ചതിനെ കുറിച്ച് BJP നേതാക്കൾ നേരത്തെ തന്നെ കുറ്റപ്പെടുത്തിയിരുന്നു. രാഹുൽ ഗാന്ധി ഭരണഘടനയെ നേരത്തെ ഒരു വട്ടം അവഹേളിച്ചിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതെന്താ സംഭവം എന്ന് വെച്ചാൽ, ബീഹാറിലെ ജാതി സർവേ വിമർശിച്ചുകൊണ്ടായിരുന്നു രാഹുൽ ഗാന്ധി ഭരണഘടനയെ അവഹേളിക്കുന്ന രീതിയിലുള്ള പ്രസ്താവന നടത്തിയത്. ഭരണഘടനയുടെ വ്യാജ പകർപ്പുമായി ചുറ്റിത്തിരിയുന്നതിലൂടെ ഭരണഘടനയെ സംരക്ഷിക്കാൻ കഴിയില്ലെന്നും ഭരണഘടനയെ സംരക്ഷിക്കണമെങ്കിൽ പറഞ്ഞുകൊണ്ട് നടക്കുന്ന രാഹുൽ ഗാന്ധി തന്നെ ഇപ്പോൾ ഭരണഘടന അവഹേളിക്കുകയെന്നാണ് ചെയ്യുന്നത്. അവർക്കെതിരെ നിൽക്കുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാം വ്യാജമായിട്ടാണ് അവർ തോന്നുന്നത്. ബീഹാറിലെ സ്വാതന്ത്ര്യ സമര സേനാനിയും ദളിത് നേതാവുമായ ജഗൽ ചൗധരിയുടെ ജന്മവാർഷിക ചടങ്ങിൽ പ്രസംഗിക്കുന്നതിനിടെയാണ് രാഹുൽ ഗാന്ധി ബീഹാർ സർക്കാരിന്റെ ജാതി സെൻസസിനെ കുറിച്ച് വിവാദ പരാമർശം അങ്ങ് നടത്തിയത്. ഭരണഘടനയുമായി ബന്ധപ്പെട്ട പരാമർശം ആദ്യമായിട്ടല്ല നമ്മുടെ പപ്പുമോൻ നടത്തുന്നത് എന്ന് ഇതിലൂടെ മനസ്സിലായി കാണും നിങ്ങൾക്ക് എല്ലാവർക്കും. ഇത്തരം വഴിതെറ്റിയ യുവാക്കൾക്ക് ഭരണഘടനയെ കുറിച്ച് മനസ്സിലാക്കുന്നതിന് പ്രധാനമന്ത്രി രാജ്യത്തെ ഭരണഘടനാ ദിനം ആചരിക്കാൻ ആരംഭിച്ചത്. എന്നിട്ടെന്താ, മനസ്സിലായോ? ഇല്ല. ആ തീരുമാനത്തെ പോലും നിന്ന് കോൺഗ്രസ് സ്വാഗതം ചെയ്തിരുന്നില്ല എന്നതാണ് സത്യം. പ്രധാനമന്ത്രിയാകുന്ന സ്വപ്നം കണ്ടു നടക്കുന്ന ഒരാൾക്ക് ഭരണഘടന എന്താണ് എഴുതിയെന്ന് പോലും അറിയാത്തത് സത്യം പറഞ്ഞാൽ ലജ്ജാകരമെന്ന് പറയാതിരിക്കാൻ വയ്യ.